അമേരിക്കയുടെ അടക്കം ഉടമസ്ഥതയിലുള്ള കപ്പലുകളൊന്നും തന്നെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ കപ്പലുകൾ ഇന്നലെ കൂടി തുടർച്ചയായിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു പ്രധാന ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് മസിൽ അല്ലെങ്കിൽ തന്ത്രപരമായ കരുത്ത് അമേരിക്കയെ പോലും ആശ്ചര്യപ്പെടുത്തുകയാണ്. മറ്റാരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന രീതി അവസാനിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെയോ റഷ്യയുടെയോ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ, അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യൻ ജനതയ്ക്ക് എന്താണോ ഗുണം അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യ. ഉദാഹരണത്തിന് റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും ഇന്ത്യ വഴങ്ങിയില്ല. ഇത് ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തിന്റെ ഉദാഹരണമായിരുന്നു. അതുപോലെയാണ് ഇറാനിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഹോർമുസ് കടലിടുക്കില് ഇറാന്റെ സ്വാധീനം അവസാനിപ്പിച്ചുകൊണ്ട് ചരക്ക് നീക്കം സുഗമമാക്കി മാറ്റുവാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അമേരിക്ക ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഈ ഒരു നീക്കത്തിനോട് സഹകരിക്കുന്നതിന് പകരം ഇന്ത്യ സ്വന്തമായിട്ട് തനി വഴിയിലൂടെയാണ് ഈ വിഷയത്തെ നേരിടാനായിട്ട് തീരുമാനിച്ചത്. അമേരിക്കയുമായിട്ടോ ഒരു രാജ്യവുമായിട്ടോ ചേർന്നുകൊണ്ട് ഒരു നീക്കത്തിനും ഇന്ത്യ തയ്യാറായില്ല. പകരം ഇന്ത്യ ഓപ്പറേഷൻ സങ്കല്പ് എന്ന പേരിൽ സ്വന്തം നിലയ്ക്ക് ഒരു സംവിധാനം കൊണ്ടുവരികയും അവിടെ സുരക്ഷ ഒരുക്കുകയുമാണ് ചെയ്തത്. ഇന്ത്യൻ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ യുദ്ധ കപ്പലുകൾ അവിടെ നേരിട്ട് പെട്രോളിംഗ് നടത്തുകയാണ്. ഇത് ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നു എന്നതിന്റെ സൂചനയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് നമുക്ക് വേറൊരു രാജ്യത്തിന്റെ സഹായം ആവശ്യമില്ല. ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ ഇന്ത്യ ഉടക്കുന്ന സമയത്തും സഹായിക്കാനായിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യ ഒറ്റ കാര്യം പറയൂ: മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല. 2020 ഗാൽവാൻ സംഘർഷത്തിലും ഇന്ത്യ അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ താരതമ്യേന വലിയൊരു ശക്തിയാണ്. അവിടെ ഇന്ത്യയുടെ സ്വാധീനം പലരും വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ വലുതാണ്. മാത്രമല്ല, ഇന്ത്യയെ നിഷേധിച്ചുകൊണ്ട്, ഇന്ത്യയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇറാന് കഴിയുമോ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ ഒരു ഏഷ്യൻ ശക്തിയാണ്. അമേരിക്ക അങ്ങ് എവിടെയോ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇറാൻ ഒരു നിലനിൽപ്പ് സാധ്യമല്ല. കേവലം ഒരു സൗഹൃദ ബന്ധത്തിനപ്പുറം ഒഴിവാക്കാൻ കഴിയാത്ത തന്ത്രപരമായ ആവശ്യം ഇറാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. ഇന്ത്യക്ക് ഇറാൻ അനുമതി നിഷേധിച്ചാൽ അതുകൊണ്ട് തന്നെ പണി കിട്ടാൻ പോകുന്നത് ഇറാന് തന്നെയായിരിക്കും. ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയെ കൂടി ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് ലോകവേദികളിൽ ഇറാന്റെ ഭാഗം കേൾക്കാനും അവരുമായിട്ട് വ്യാപാര ബന്ധം തുടരാനും തയ്യാറുള്ള ചുരുക്കം ചില വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയെ പിണക്കിയാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ വളരെയധികം ഒറ്റപ്പെടും. മാത്രമല്ല, ഇന്ത്യ പോയാൽ പിന്നെ ഇറാന്റെ മുന്നിലുള്ള ഏക വഴി ചൈന മാത്രമായിട്ട് മാറും. ചൈനയുടെ നിക്ഷേപങ്ങൾ കടക്കണിയാണ് എന്ന് ഇറാന് നന്നായിട്ടറിയാം. ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലാകണമെന്ന് ചൈന ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടെ നിർത്തേണ്ടത് ഇറാന്റെ കൂടി ആവശ്യമാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഉപരോധങ്ങൾ മാറിയാലും ഇന്ത്യയെ പോലുള്ള വലിയൊരു വിപണിയെ ഇറാന് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. അരി, മരുന്നുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയ്ക്കായിട്ട് ഇറാൻ ഇന്ത്യ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ ഇന്ത്യക്ക് തടസ്സമുണ്ടാക്കിയാൽ അത് സ്വന്തം കാലിൽ കുത്തുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ സംഘർഷമുണ്ടാകുമ്പോൾ പോലും ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ പ്രത്യേക പരിഗണന നൽകാൻ ഇറാൻ നിർബന്ധിതമാവുകയാണ്. അത് മാത്രമല്ല, സൈനികമായും തന്ത്രപരമായും നോക്കിയാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ കരുത്ത് അറേബ്യൻ സീലും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊട്ടാകെയും ഉള്ളതായി കാണാൻ കഴിയും. അതായത് ഇറാൻ കപ്പലുകളെ പ്രതിരോധിക്കാനോ നിയന്ത്രിക്കാനോ പോലും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യൻ നാവികസേന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നാണ്. വിമാനവാഹിനി കപ്പലുകൾ, അത്യാധുനികമായ ഡിസ്ട്രോയറുകൾ, സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്നിവ ഉപയോഗിച്ച് കടലിൽ എവിടെയും ആക്രമണം നടത്താനും നിരീക്ഷണം നടത്താനും ഒക്കെ കഴിയുന്ന ഒരു മഹാശക്തിയാണ് ഇന്ത്യ. ഇറാനിൽ നിന്നുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ, അതായത് ചൈനയിലേക്കും ജപ്പാനിലേക്കും ഒക്കെ പോകുന്ന കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വേണം കടന്നു പോകാൻ. അറബിക്കടലില് ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ ഇങ്ങനെ പോകുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും തടയാനും ഭൂമിശാസ്ത്രപരമായും സൈനികപരമായിട്ടുമുള്ള മുൻതൂക്കം ഇന്ത്യക്കുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് കടലിലെ ഓരോ ചലനങ്ങളും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് കപ്പലാണ് വരുന്നത്, അതിൽ എന്താണുള്ളത് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അടുത്തിടെ അറബിക്കടലിലും ചെങ്കടലിലും നടന്ന പല സംഭവങ്ങളിലും കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉൾപ്പെടെയുള്ളവയിൽ ഇന്ത്യൻ നാവികസേന കാണിച്ച വേഗതയും കരുത്തും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണ്ടതാണ്. മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇടപെടാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കും.
ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായാൽ ഇറാന്റെ ഭക്ഷണ വിതരണത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. ഇറാന്റെ ഏറ്റവും വലിയ അരി ഇറക്കുമതി സ്രോതസ്സുകളിൽ ഒന്ന് ഇന്ത്യയാണ്. ഇറാനികൾക്ക് പ്രിയപ്പെട്ട ബസുമതി അരിയുടെ വലിയൊരു ശതമാനം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇത് തടസ്സപ്പെട്ടാൽ അവിടെ വലിയ ഭക്ഷ്യക്ഷാമവും അതോടൊപ്പം വിലക്കയറ്റവും ഉണ്ടാവും. ചായ, പഞ്ചസാര, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്കും ഇറാൻ ഇന്ത്യയാണ് പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയുമായിട്ട് രൂപ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യാപാരത്തിന് ഇറാൻ താല്പര്യം കാണിക്കുന്നത് ഇത്തരം അവശ്യ വസ്തുക്കൾ മുടങ്ങാതെ കിട്ടാനാണ്. ഭക്ഷണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് മരുന്നുകൾ. ഇന്ത്യയുടെ കരുത്തുറ്റ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള മരുന്നുകൾ ഇറാന് വലിയ ആശ്വാസമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് വലിയ വില നൽകേണ്ടി വരുമ്പോൾ ഇന്ത്യ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് എന്ന് ഇറാൻ അറിയാം. മറ്റ് രാജ്യങ്ങൾ ഇറാനുമായിട്ട് ഡോളറിൽ വ്യാപാരം ചെയ്യാൻ മടിക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രത്യേക വ്യാപാര കരാറുകൾ അവർക്ക് വലിയ ആശ്വാസമാണ്. ഈ സൗകര്യം ഇല്ലാതായാൽ ലോക വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോലും ഇറാൻ വളരെയധികം കഷ്ടപ്പെടും. ചുരുക്കത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയുടെ കപ്പലുകൾ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇന്ത്യ വിചാരിച്ചാൽ ഇറാന്റെ വിതരണ ശൃംഖല, പ്രത്യേകിച്ച് ഭക്ഷണ വിതരണ ശൃംഖല ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പലതും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആക്രമണം നടത്താതെ തന്നെ ഇറാനെ പ്രതിരോധത്തിലാക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ കോൺഫിഡൻസ് ലെവൽ ശരിക്കും അമേരിക്കയും ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. കാരണം ഇന്ത്യയുടെ നാവികസേനയുടെ കപ്പലുകളെ അയക്കുന്നു. സുരക്ഷിതമായിട്ട് ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം ഇന്ത്യ പൂർത്തിയാക്കുന്നു. അതായത് ക്രൂഡ് ഓയിലോ എണ്ണയോ അല്ലെങ്കിൽ ഗ്യാസോ എന്താണോ ഇന്ത്യയിലേക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ഇന്ത്യയിൽ എത്തിക്കുകയാണ്. മറ്റു രാജ്യങ്ങൾ പേടിച്ചു നിൽക്കുകയാണ് യുദ്ധം നടക്കുന്ന പ്രദേശത്തോട്ട് കപ്പൽ കൊണ്ട് ഇറങ്ങാൻ പോലും. അവിടെയാണ് ഇന്ത്യ മികച്ച രീതിയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നത്. ഒരു രാജ്യം എന്ന നിലയിൽ ശരിക്കും ഇന്ത്യ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഇവിടെ അമേരിക്ക ഇറാനെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി ഇറങ്ങി വന്ന അമേരിക്കയുടെ മുണ്ട് പറിച്ച് ഇറാൻ അമേരിക്ക തലങ്ങും വിലങ്ങും തല്ലുമ്പോൾ അമേരിക്ക അവരുടെ വിമാനവാഹിനി കപ്പലിനെയും കൊണ്ട് ഏതോ കാട്ടിൽ പോയി ഒളിച്ചു കിടക്കുകയാണ്. മാത്രമല്ല നാറ്റോയുടെ സഹായം ചോദിക്കുകയാണ്. വലിയ സൂപ്പർ പവറാണ്. ഗൾഫ് രാജ്യങ്ങളിലടക്കം നിരവധി സൈനിക താവളങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ്. പല സൈനിക താവളങ്ങളിലും പട്ടാളക്കാരില്ല, ജീവനും കൊണ്ട് ഓടി. അതിന്റെയൊക്കെ ഡ്രോൺ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. അമേരിക്ക വിചാരിച്ച പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. ഇറാനെ നേരിടുക എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. ഇറാനിൽ ഒരുപാട് നഷ്ടം അമേരിക്ക വരുത്തിയിട്ടുണ്ട്. ഇപ്പം കൂടി അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് രംഗത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു നേതാവ് കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ നഷ്ടങ്ങൾ ഇറാനൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏകപക്ഷീയമായിട്ട് ഇവിടെ പലരും തള്ളുന്ന പോലെ ഇറാൻ അമേരിക്കയെ മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാനിലെല്ലാം സുരക്ഷിതമാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറാൻ ഒരുപാട് നഷ്ടങ്ങൾ, നികത്താനാകാത്ത നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ചെറുത്തുനിൽപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അമേരിക്ക നല്ല പോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യ ആകട്ടെ, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. ഇത് ശരിക്കും ഇന്നത്തെ ഇന്ത്യയുടെ ഒരു കരുത്തിനെ തന്നെയാണ് കാണിക്കുന്നത്.